എന്താ പാടി കൽബ കിച്ചോ ആ നല്ല ഫ്രഷ് നാടൻ തോണിക്കാരൻ നെണ്ട് നമ്മളെ ഇവിടുത്തെ നാട്ടിലത്തെ ഫ്രഷ് നെണ്ട് പല ഐറ്റം നെണ്ട് ഞാൻ പരിചയപ്പെടുത്തി തന്നിക്കണേ. ഇതാ നീലക്കാലൻ നെണ്ട്. ഇത് ചെറുതായതുകൊണ്ടാട്ടെ ഇതിന്റെ കാല് നീല നമുക്ക് കാണാത്തതാ. ഇതുണ്ടോ കാല് നീലക്കാലൻ. ഇത് വലിയന്റെ കാലാണ്. നല്ല ടേസ്റ്റ് ഉള്ള നെണ്ടാണ് നെണ്ടിൽക്ക് നീലക്കാലിന്. ഓക്കെ, ഇതൊരൈറ്റം. പിന്നെ 1000 പുള്ളി. 1000 പുള്ളി ഇതിന്റെ കാലിന് നീല ഉണ്ടാവൂല, നമ്മൾ 1000 പുള്ളി എന്ന് പറയും. ഓക്കെ, 2. പിന്നെ ഇതൊക്കെ 3 പുള്ളി. 1 2 3 3 പുള്ളി. മനസ്സിലായി? അപ്പൊ 3 ഐറ്റായി. പിന്നെതാ ഇത് നമ്മള് കല്ലുമ്മലൊക്കെ ഉണ്ടാവും, കല്ലെന്നുണ്ട് എന്ന് പറയും ഇവിടെ കേട്ടോ. അപ്പൊ എത്രയായി? 4 ആയി. പിന്നെ ഒരൈറ്റും കൂടി ഉണ്ട് അതിന് മുത്തേ. ഇതൊക്കെ ഒരൈറ്റം ചെറിയ നെണ്ട്, ചുവപ്പ് നെണ്ട്. ഇതിന് നമ്മള് കുറുക്കന്നുണ്ട് എന്ന് പറയും, കുറുക്കന്നുണ്ട് കേട്ടോ. അപ്പൊ എത്രയായി? 5 ആയി. പിന്നെ കൽബ നമ്മളിവിടെ കുറെ കാലത്തിന് ശേഷം പല നെണ്ട് കണ്ടിരിക്കണം. പക്ഷെ ഇതുപോലെ ഒരു നീല കളറിൽ വരുന്നൊരു നെണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതണ്ട നീല കളറ്. ഈ നെണ്ടിന്റെ പേരെന്താണോ ഒന്നും എനിക്ക് അറിയൂല, പക്ഷെ ഇത് കഴിക്കാൻ പറ്റുന്ന നെണ്ടാണ്, നല്ല പുഴയിലെ നെണ്ടാണ്. പക്ഷെ ഇതിന്റെ പേരെന്താന്ന് അറിയുന്ന ആൾക്കാര് നമുക്ക് നമ്മളെ കമന്റിലൂടെ ഒന്ന് പറയാം. പിന്നെ ഒരു കാര്യം പാടെ പറഞ്ഞതാ, എന്താണ് നെണ്ട് ഒരിക്കലും മുന്നോട്ട് നടക്കാത്ത ഒരേ ഒരു ജീവിയാണ് നെണ്ട്. കാരണം നെണ്ടിന്റെ കാലുകള്, അതിന്റെ കെടുപ്പുകൾ ഫുള്ള് സൈഡിക്കായതുകൊണ്ട് നെണ്ട് ഒരിക്കലും മുന്നോട്ട് നടക്കൂല. എപ്പോ നെണ്ട് വെച്ചാലും സൈഡിക്കേ പോവുള്ളൂ. മനസ്സിലായോ? അതാണ് നെണ്ട്. പിന്നെ എന്താ പറയാ, പിന്നെ നമ്മള് ചില ആളുകൾ ചൂണ്ടട്ടൊക്കെ വലിച്ചു കയറ്റുമ്പോ നെണ്ട് മുന്നോട്ട് വരും. അത് നമ്മള് പിടിച്ചു കയറ്റണാണ്, അല്ലാതെ ഒരിക്കലും നെണ്ടെന്താവൂല, മുന്നോട്ട് നടക്കൂല. ഒരു സൈഡിക്കേ നടക്കുള്ളൂ. ഓക്കെ. പിന്നെ പല ഐറ്റം നെണ്ട്, കുറുക്കൻ നെണ്ടുണ്ട്, പിന്നെ എന്താ പറയാ കുരിശി നെണ്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റം നെണ്ടുകളുണ്ട്. അപ്പൊ നമുക്കൊക്കെ എന്ത് ചെയ്യാം, ഇനി വരുന്ന സമയത്ത് ഓരോന്നോരോന്ന് പരിചയപ്പെടുത്തി തരാം. പിന്നെ നെണ്ടിന് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഘടകം സെലീനിയം. ഓക്കെ, അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയില് ഇനി നെണ്ട് വരുമ്പോ. അപ്പൊ കിച്ചോ കിച്ചോ ഇജന്നെയാണല്ലോ അല്ലെ, തരിച്ച് നിക്കണ്ട, അതുകൊണ്ട് ചോദിച്ചതാണ് മുത്തേ. തരിപ്പൊന്നും വേണ്ട. ഇതൊക്കെ നമ്മൾ എന്താരോ അവിടെ പോയിട്ട് ടെക്നോളജി ഫുള്ള് പഠിച്ചിറങ്ങിയതാണ്. ബിരുദാനന്ദ ബിരുദം എടുത്തിക്കണ്. ഓക്കെ, ഞാനൊക്കെ എന്താ അറിയണം. പിന്നെ ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും പിന്നെ പറയും. ഓക്കെ മുത്തേ.